ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു എയർ പെൻ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. 3 തരം ബീഡ്സ് ഉണ്ട്. ചെറിയ ബീഡുണ്ട്, പിന്നെ ഒരു പിസ്ത കളറ് വലിയ ബീഡും, പിന്നെ ഒരു ഗോൾഡൻ കളറുള്ളൊരു സ്റ്റോൺ ടൈപ്പുള്ളൊരു ബീഡും എടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം സെൻറ്ററിലേക്ക് നമ്മൾ ആ സ്റ്റോണിനെ കയറ്റി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗോൾഡൻ കളറ് 2 ലെയറിലായിട്ട് ഗോൾഡൻ കളർ ഇടുന്നുണ്ട്. ഗോൾഡൻ കളർ ചെറിയ ബീഡാണ്, പിന്നെ പിസ്ത കളർ ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ കളർ ബീഡ്, അങ്ങനെ 2 ലെയറിലും കോർക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു എയർ ബാൻഡാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതുപോലെ 5 ബീഡ് നമ്മൾ കോർക്കുന്നുണ്ട്. 5 ബീഡ് കോർത്തതിന് ശേഷം നമ്മളൊരു ഗോൾഡൻ കളറ് വലിയ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതുപോലെ 5 എണ്ണം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ചെണ്ണം ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ വലിയ ബീഡിൻ്റെ സ്റ്റോൺ ബീഡിൻ്റെ 2 സൈഡിലും ഹോളുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ട് തന്നെ ഇത് ഇടാൻ പറ്റും. ഇങ്ങനെ നമ്മൾ 3 വിഭാഗം ബ്ലോക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫുള്ളായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ പിസ്ത കളർ ബീഡും ഗോൾഡൻ കളർ ബീഡും ഇട്ടിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഇത് രണ്ടും യോജിപ്പിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ബീഡ് തന്നെ ഉപയോഗിക്കണം അവസാന ഭാഗം. എന്നാൽ അത് ശരിയായ രീതിയിൽ അതിനെ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. 2 ബോ കൂടി കെട്ടാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ഇവിടെ ഞാൻ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റിൽ ഗം ഒട്ടിച്ചിട്ട് ഇത് ഒരു എൽ ഷേപ്പിൽ കട്ട് ചെയ്തൊരു ഫെൽറ്റ് ഷീറ്റാണ്. അതിൽ നല്ലപോലെ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ ചുറ്റി കൊടുക്കുക. എൻ്റെ സ്റ്റിക്കർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചത്. സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ നിൽക്കും. ഇത് കുറച്ച് സമയം നമ്മൾ പിടിച്ചു കൊടുത്താൽ മതി. അലിഗേറ്റർ ക്ലിപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കുറച്ച് സമയം പിടിച്ചു കൊടുത്താൽ മതി.